ഗ്ലോറി ബി ടു ഗോഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം ഈ പ്രഭാതത്തിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹ വന്ദനങ്ങൾ. അതേ പ്രിയമുള്ളവരെ, നമ്മുടെ ദൈവം നമ്മെ അറിയുന്നു. നമ്മെ ഓരോരുത്തരെയും കർത്താവ് നന്നായി അറിയുന്നു. അവൻ അപ്പനേക്കാളും അമ്മയെക്കാളും ഭർത്താവിനേക്കാളും ഭാര്യയെക്കാളും സഹോദരനേക്കാളും സഹോദരിയെക്കാളും സ്നേഹിതന്മാരെക്കാളും നമ്മളെല്ലാ ബന്ധങ്ങൾ നമ്മെ അറിയുന്നതിനേക്കാളും ഉപരിയായി നമ്മുടെ കർത്താവ് നമ്മെ ഓരോരുത്തരെയും നല്ലവണ്ണം അറിയുന്നു. എന്നാൽ പലപ്പോഴും നമുക്ക് പറ്റുന്ന തെറ്റ്, ആ ദൈവത്തെ നാം അറിയേണ്ട വിധത്തിൽ അറിയുന്നില്ല. അതുകൊണ്ടാണ് പലപ്പോഴും നാം തളർന്നു പോകുന്നത്, ക്ഷീണിച്ചു പോകുന്നത്, കുഴഞ്ഞു പോകുന്നത്, കൺഫ്യൂഷനായി പോകുന്നത്, കുലുങ്ങിപ്പോകുന്നത്. ആമേൻ. സ്തോത്രം. ദൈവമാരെന്ന് നാം അറിയുമ്പോൾ ഏത് പ്രതികൂല സാഹചര്യത്തിലും നമുക്ക് ഉറച്ചു നിൽക്കുവാനിടയായി തീരും. ആ കർത്താവ് നമ്മോട് കൂടെ ഇരിക്കും. നമുക്കൊരുമിച്ച് വായിക്കാം ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 11-ാം അധ്യായം അതിൻ്റെ 32-ാം വചനം. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു: നിയമത്തിന് വിരോധമായി ദുഷ്ടത പ്രവർത്തിക്കുന്നവരെ അവൻ ഉപായം കൊണ്ട് വഷളാക്കും. എങ്കിലും തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ രണ്ട് കൂട്ടരെ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഒന്ന്, നിയമത്തിന് വിരോധമായി ദുഷ്ടത പ്രവർത്തിക്കുന്ന ജനം. സ്തോത്രം. ആമേൻ. എന്നിട്ട് അവരെ ഉപായം കൊണ്ട് വഷളാക്കുന്ന ചിലർ. ഈ രണ്ടു കൂട്ടരുടെ നടുവിൽ വേറൊരു കൂട്ടമുണ്ട്. അവരാണ് തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം. ഇന്ന് നാം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ മറ്റു രണ്ട് കൂട്ടരെ നമുക്ക് കാണുവാൻ കഴിയും. നീതികേട് പ്രവർത്തിക്കുന്ന, ദുഷ്ടത പ്രവർത്തിക്കുന്ന, വഷളായി നടക്കുന്ന ജനം. എന്നാൽ അവിടെയും ഉപായത്താൽ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ഉപായം കൊണ്ട് വഷളാക്കുന്ന ചില അധികാരികൾ, ആമേൻ, നിയമകർത്താക്കൾ, ആമേൻ, ഇങ്ങനെ നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ അതിൻ്റെ നടുവിൽ അല്പജനം ഉണ്ട്. മോശയുടെ പെട്ടകത്തിൽ 8 പേർ അല്പജനം രക്ഷ പ്രാപിച്ചതുപോലെ അല്പജനം. ഇവിടെ നാം വായിക്കുന്നത് ആരാണ്? തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം. ആമേൻ. ദൈവമക്കളെന്ന് പറയുന്ന എല്ലാവരും ദൈവത്തെ യഥാർത്ഥമായി അറിഞ്ഞിരിക്കുന്നു എന്ന് നമുക്ക് പറയുവാൻ കഴിയത്തില്ല. അതിലും ഒരു കൂട്ടത്തെ കർത്താവ് വേർതിരിച്ചിരിക്കുന്നു. ദൈവത്തെ അറിയുന്ന ജനം. അവരുടെ പ്രത്യേകത, അവർ ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. അവർക്കറിയാം ആരെല്ലാം ദുഷ്ടത പ്രവർത്തിച്ചാലും വഷളത പ്രവർത്തിച്ചാലും, എത്ര നിയമങ്ങൾ വിരോധമായാലും, ആമേൻ, നാം സേവിക്കുന്ന ദൈവം ആരാണ്? നാം ആരാധിക്കുന്ന ദൈവം ആരാണ്? ഞാൻ വിളിച്ചുപേക്ഷിക്കുന്ന ദൈവം ആരാണ്? ആ ഒരു ഉറപ്പുള്ള ദൈവത്തിൻ്റെ മക്കൾ ഉറച്ചു നിൽക്കും, വീര്യം പ്രവർത്തിക്കും. ദൈവം വീര്യം പ്രവർത്തിക്കും. ആർക്ക് വേണ്ടി? 46 സങ്കീർത്തനങ്ങൾ 10-ാം വചനം നമുക്കെല്ലാവർക്കും സുപരിചിതമായ വേദഭാഗമാണ്. മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. ഞാൻ ജാതികളുടെ ഇടയിൽ ഉന്നതനാകും, ഞാൻ ഭൂമിയിൽ ഉന്നതനാകും. ആമേൻ. ഇവിടെ കർത്താവ് ഉന്നതനാകും. ദൈവം വീര്യം പ്രവർത്തിക്കും. ആമേൻ. ആരിലൂടെ? മിണ്ടാതിരുന്ന് ദൈവമാരെന്ന് അറിയുന്നവരിലൂടെ. അപ്പോൾ ദൈവമാരെന്ന് അറിയുന്നത് എങ്ങനെയാണ്? ഒന്നാമത്, മൗനമായിരിക്കേണ്ട സ്ഥലത്ത് മൗനമായിരിക്കണം, മിണ്ടാതിരിക്കണം. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി നമുക്ക് കാണുവാനിടയായിത്തീരും. എന്നാൽ ആമേൻ, എങ്ങനെ മൗനമായിരിക്കുവാൻ കഴിയും? കാരണം ഭൂമി മാറിപ്പോകുന്ന സാഹചര്യങ്ങൾ, പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണുപോകുന്ന അവസ്ഥകൾ, വെള്ളം ഇരച്ചു കലങ്ങുന്നു, അതിൻ്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങുന്നു. ആമേൻ. എന്ത് പ്രതിസന്ധികൾ വന്നാലും ദൈവസന്നിധിയിൽ നാം മൗനമായിരുന്നു. പലരും പല അഭിപ്രായങ്ങൾ പറയുമായിരിക്കാം, അല്ലേ? ആമേൻ. പല കാര്യങ്ങൾ നമ്മുടെ ചെവി കൊണ്ട് നാം കേൾക്കുമായിരിക്കാം, നമ്മുടെ കണ്ണുകൊണ്ട് നാം കാണുമായിരിക്കാം. സ്തോത്രം. നമ്മുടെ ഹൃദയത്തെ ക്ഷീണിപ്പിക്കുന്ന, മുഷിപ്പിക്കുന്ന വാക്കുകൾ, ആമേൻ, സംസാരങ്ങൾ, അല്ലെങ്കിൽ നമ്മളെ കൺഫ്യൂഷൻ വരുത്തുന്ന ശബ്ദങ്ങൾ, ആമേൻ, ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റിക്കളയുന്ന, ആമേൻ, സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ, കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കൺമുൻപേ, നമ്മുടെ ചെവിയിൽ, ആമേൻ, നമ്മുടെ മുൻപേ കടന്നു വരാം. അവിടെയും
നാം മൗനമായിരുന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ എൻ്റെ ദൈവം ആരാണെന്ന് നാം അറിയുകയാണെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. ഇവിടെ ദാനിയേൽ പ്രവചനം 11-ാം അധ്യായം 27-ാം വചനത്തിൽ വായിക്കുന്നു, ഈ രാജാക്കന്മാർ ഇരുവരും ദുഷ്ടത പ്രവർത്തിപ്പാൻ ഭാവിച്ചുകൊണ്ട് ഒരു മേശയിങ്കൽ ഭോഷ്ക് സംസാരിക്കും, എങ്കിലും അത് സാധിക്കുകയില്ല. ഇനി നടക്കുവാൻ പോകുന്ന കാര്യമാണ് പ്രവചന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. കാരണം നിയമിക്കപ്പെട്ട സമയത്ത് മാത്രമേ അവസാനം വരികയുള്ളൂ. ഹല്ലേലൂയ. എത്ര ഗൂഢാലോചനകൾ ചെയ്താലും, എത്ര ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചാലും, ദുഷ്ടത സംസാരിച്ചാലും, ഭോഷ്ക് സംസാരിച്ചാലും അത് സാധിക്കത്തില്ല. ഹല്ലേലൂയ. കാരണം ദൈവം നിയമിച്ചിരിക്കുന്ന ഒരു സമയമുണ്ട്, അപ്പോഴേ അവസാനം വരികയുള്ളൂ. അങ്ങനെയാണെങ്കിൽ അതറിയുന്ന ആമേൻ ആമേൻ ഒരു സമയം നിയമിച്ചിരിക്കുന്ന ദൈവത്തെ, ആ ദൈവം ആരാണെന്ന് അറിയുന്ന ജനം ഏത് ദുഷ്ടത, വഷളത്വം, ആമേൻ ഏത് കാര്യങ്ങൾ വന്നാലും അവിടെ ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. അതേ ദൈവം ഈ വചനം കേൾക്കുന്ന നമ്മെ ഓരോരുത്തരെയും കുറിച്ച് ആഗ്രഹിക്കുന്നത് ഏത് സാഹചര്യത്തിലും ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കുന്നവരായി മാറണമെന്നാണ്. എന്നാൽ അതിന് നമ്മുടെ ദൈവം ആരാണെന്ന് ആഴമായ തിരിച്ചറിവും ആമേൻ ബോധ്യവും നമുക്കുണ്ടായിരിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവ് നമ്മെ സഹായിക്കും. നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിലൊക്കെ ഞങ്ങൾക്ക് നൽകിയ ആലോചനയ്ക്കായി സ്തോത്രം. അതേനാൽ ഞങ്ങൾ കേട്ടുവല്ലോ, ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. ഹല്ലേലൂയ. യേശു കർത്താവ് പോലും ചോദിച്ചു, നമ്മ ജനങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? ഹല്ലേലൂയ. ഓരോരുത്തർ ഓരോ കാര്യങ്ങൾ പറഞ്ഞു, ശിഷ്യന്മാരും പലത് പറഞ്ഞു. എന്നാൽ അപ്പോസ്തലനായ പത്രോസ് ഹല്ലേലൂയ നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് പറഞ്ഞതുപോലെ ആഴമായൊരു വെളിപ്പാട് കർത്താവെ, എൻ്റെ കർത്താവ് ആരാണെന്നുള്ളൊരു വെളിപ്പാട് ഞങ്ങളുടെ ഉള്ളിൽ ദൈവം പ്രകാശിപ്പിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ദൈവമേ ഹല്ലേലൂയ. ഈ നാളുകളിൽ അമേ സ്തോത്രം ഉറച്ചു നിർത്തത്തില്ല. അമേ ഇവളെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയത്തില്ല, ഇവനെ കൊണ്ടൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല, ഇവരെ കൊണ്ടൊന്നും സാധിക്കത്തില്ല എന്ന് വിധി എഴുതുന്ന സാഹചര്യത്തിൽ ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കുവാൻ, ദൈവമാരെന്നറിഞ്ഞുകൊണ്ട് മുന്നേറുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങളുടെ കരങ്ങൾ താഴ്ത്തുന്നു സമർപ്പിക്കുന്നു. ആഴമായ ദൈവാശ്രയത്തോട് ആമേ വിശ്വസ്തയോട് നിൽപ്പാൻ സഹായിക്കണം. വചനം കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണം. പ്രാർത്ഥന കിട്ടുന്നതിനാൽ സ്തോത്രം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. മേ ഗോഡ് ബ്ലെസ് യു ആൾ.